അവസ്ഥയൊക്കെ വളരെ ദയനീയമാണ്. അവർക്ക് ഭക്ഷണമാക്കാനുള്ള സാഹചര്യം ഒന്നുമില്ല, വെള്ളമില്ല, വസ്ത്രങ്ങളെല്ലാം ചെളി പിടിച്ച അവസ്ഥയിലാണ്. 3 വീട് കംപ്ലീറ്റ്ലി ചെളിയിലായിട്ട് തന്നെയാണ് ഉള്ളത്. അത്രയും ദാരുണമായ അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. സർട്ടിഫിക്കറ്റുകൾ വരെ വെള്ളത്തിലേക്ക് പോയിട്ടുണ്ട്. ലാപ്ടോപ്പ് സർട്ടിഫിക്കറ്റ്, ആവശ്യ സാധനങ്ങളൊക്കെ വെള്ളത്തിന്റെ അടിയിലായിട്ടുണ്ട്. അവിടെ വസിക്കാനുള്ള അവസ്ഥയിലേ അല്ല. ഇപ്പോ നിലവിലിപ്പോ ഇതിൽ എന്ത് പരിഹാരമാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്? നാഷണൽ ഹൈവേ അധികാരികൾ എല്ലാവരും ചേർന്ന് ഇതിന് ഉത്തമമായ പരിഹാരം അവർ നമുക്ക് നൽകിയേ പറ്റൂ. ഇതിപ്പോ ഇവർ ഇവിടുന്ന് വരുന്ന വെള്ളം വഴിതിരിച്ച് വിട്ടിട്ടാണ് പിന്നെ CH നഗർ എന്ന ഏരിയ മൊത്തം വെള്ളത്തിലും ചളിയിലുമായി ആഴ്ന്നു കിടക്കുകയാണ്. എല്ലാവർക്കും ഒരേപോലെ ദുസ്സഹമാണ്. ട്രാവൽ ചെയ്യാനായാലും അത് ഇന്നിപ്പോ ഡെയിലി പണിക്ക് പോകുന്നവർ അവർക്ക് പണിക്ക് പോകാൻ വരെ സാധിച്ചിട്ടില്ല. കാരണം റോഡില് 2 ഡ്രെയിനേജും മണ്ണ് കൊണ്ട് മൂടിയിട്ട് റോഡിലേക്കൂടെയാണ് മണ്ണും ചെളിയും മറ്റു മരങ്ങളൊക്കെ ഒഴുകി പോകുന്നത്. അതുകൊണ്ട് ഇന്ന് പണിക്ക് പോകുന്നവർക്ക് പണിക്ക് പോകാൻ സാധിച്ചിട്ടില്ല. മദ്രസിലെ കുട്ടികൾ പോയത് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ്. നമ്മളൊക്കെ ചളിയിൽ ആഴ്ന്നിറങ്ങി ചളിയിൽ കാല് പൂണ്ടിട്ടാണ് എല്ലാവരും അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് എല്ലാവരും CH നഗർ എന്ന ഏരിയ കടന്നത്. എല്ലാ വീടും താലിലെ 40ഓളം വീടുകൾ ഒരേപോലെ വീട്ടിൽ വെള്ളം കയറിയിട്ട് അത് ബാധിച്ചിട്ട് കൊണ്ടിരിക്കുന്നത്. ഇപ്പോ നമ്മളിവിടെ കണ്ടതാണ്, ഇതിന്റെ ഒരു ഭാഗത്ത് ഇപ്പൊ നിലവിലുള്ള കെട്ടിന് ഒരു ബലം തരുന്ന രീതിയിൽ വലിയ തോതിൽ ലോഡ് കണക്കിന് മണ്ണാണ് അവിടെ ഇട്ടിരിക്കുന്നത്. ആ മണ്ണാണ് ഇപ്പോ കുത്തിയൊലിച്ച് വീടുകൾക്കുള്ളിലേക്ക് പോകുന്നത്. അപ്പൊ ആ മണ്ണ് മാറ്റണം എന്നാണോ ആവശ്യം നിങ്ങളുടെ? ആ മണ്ണും പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടുന്ന് വരുന്ന വെള്ളവും നല്ല ഫ്ലോസിങ്ങിലാണ് ആ വെള്ളം പോകുന്നത്. ഇവിടുന്ന് ഏകദേശം നമ്മൾ ഇവിടുന്ന് തന്നെ കാണുന്നുണ്ട്, ചുടല മുതലേ വരുന്ന വെള്ളം അതിലെ ആ താഴ്വയാണ് കുത്തിയൊലിച്ച് വീടുകളും നമ്മുടെ ഇപ്പൊ റോഡുകളും എല്ലാം നാശം ആവുന്നത്. ആ വെള്ളത്തിനോടൊപ്പം തന്നെ അവിടെ കൂട്ടിയിട്ട മണ്ണുകളും ഒലിച്ചു വരുന്നുണ്ട്. ഡ്രൈനേജ് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു, അത് മൂടിയിട്ടാണ് ഇപ്പോ പുതിയ റോഡിന്റെ പണി നടന്നത്. ഈ മണ്ണും ചളിയും അടിഞ്ഞു കൂടിയിട്ട് ഡ്രെയിനേജ് ഫുള്ള് കംപ്ലീറ്റ് മൂടിയിട്ടുള്ളത്. CH നഗറിലെ ഡ്രെയിനേജ് രണ്ടും ഈ വെള്ളവും മണ്ണും ചളിയും കൊണ്ട് മൂടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് റോഡിലേക്കൂടി തന്നെ വെള്ളവും ചളിയും ഒന്നിച്ചു പോകുന്നത്. അതിന്റെ ജോലികൾ പുനഃസ്ഥാപിക്കണം. അത് നമുക്ക് നമ്മളെ നാട് നല്ല ക്ലീൻ ആയി നീറ്റാക്കി തരണം. ഇതിനുള്ള പരിഹാരം എന്താന്ന് വെച്ചാൽ അധികാരികൾ ചെയ്ത് തന്നേ മതിയാവും.